ഒരു സാധാരണ ദിവസം എന്നത്തെയും പോലെ ഡ്രോ ചെയ്യാനായിട്ട് എണീച്ചു. അയ്യോ, കുഴപ്പമില്ല, സ്വാഭാവികം. ഇത്രയുള്ള ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മുടെ വിരൽ വെച്ച് വരയ്ക്കുമ്പോൾ അത് കറക്റ്റായി വരുന്നെന്ന് വരച്ചെന്ന് വരില്ല. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഗുഡ്. സോ നമുക്ക് ലാപ്പിൽ വരയ്ക്കാം. സോ കമ്പ്യൂട്ടറിനകത്ത് വരയ്ക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കുള്ളൊരു കാര്യമാണ്. സ്റ്റിൽ വി ഡു ദിസ്. ഓ നോ 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 ആൻഡ് ദ റിസൾട്ട് ഈസ് Hey, this is Huion, ഒരു കംപ്ലീറ്റ് ഡ്രോയിങ് ടാബ്ലറ്റ് ആണ് ഇത്. സോ ഞാൻ അത് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് ശരിക്കും ദിസ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. സോ ഒരു പെൻ ഡ്രോയിങ് ടാബ്ലറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മുടെ ഒരു പാഡ്, ചുമ്മാ ഒരു പാഡ്, ഇല്ലാത്ത സ്കെച്ച് ബുക്ക് ആയിരിക്കും. സോ അതിനകത്ത് നമ്മൾ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്നു സ്കെച്ച് ബുക്കിനകത്ത്. ഇതിനകത്ത് നമ്മൾ പെൻ ഇല്ലാത്ത സ്റ്റൈലസ് യൂസ് ചെയ്ത് വരയ്ക്കുന്നു. അത്ര ഡിഫറൻസ് ഉള്ളൂ. സോ നമുക്ക് പെൻസിലിനകത്ത് സ്കെച്ച് ബുക്കിനകത്ത് വരയ്ക്കുമ്പോൾ മോനയൊക്കെ പൊട്ടിപ്പോവുമല്ലോ, അതുപോലെ ഇതിനകത്തും പൊട്ടിപ്പോവും. സോ പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, പൊട്ടിപ്പോകുന്ന പറഞ്ഞാൽ അങ്ങനെ പൊട്ടിപ്പോവല്ല കേട്ടോ. ലൈക്ക് നമുക്ക് ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ലൈഫ് ചുമ്മാ കാലക്രമേണ കുറയുമല്ലോ. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ, യൂസ് ചെയ്തില്ലെങ്കിൽ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. സോ അതിനായിട്ട് ഇവർ ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട് കുറേ നിബ്സ്. ജീവിതകാലം മുഴുവനായിട്ട് യൂസ് ചെയ്യാനുള്ള നിബുണ്ട് ഇതിനകത്ത്. സോ ഒന്നും കൊണ്ട് ഒരു പേടി വേണ്ട. ലൈക്ക് ഇത് പിന്നെ ബാറ്ററി ഫ്രീ ആണ്. നമുക്ക് ബാറ്ററിയോ ചാർജിങ്ങോ ഒന്നിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ നമ്മുടെ പെൻ ഹോൾഡർ ഉണ്ടല്ലോ, നിബ് ഹോൾഡർ ഉണ്ടല്ലോ, ഇതിനകത്ത് തന്നെയാണ് പെൻ ഹോൾഡർ കേട്ടോ. ലൈക്ക് നമുക്ക് ഇങ്ങനെയാണ്, ഇതിനകത്ത് നമുക്ക് ചുമ്മാ അങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വയ്ക്കാം, വെർട്ടിക്കലായിട്ടും നമുക്ക് വയ്ക്കാം. പെൻ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം സിമ്പിളായിട്ട്. നമുക്ക് വരയ്ക്കുമ്പോഴോ യൂസ് കഴിഞ്ഞെന്ന് വെച്ചാൽ. സോ ലെറ്റ്സ് ടേക്ക് ഔട്ട് ദ മെയിൻ തിങ്. ഇതാണ് നമ്മുടെ ഡ്രോയിങ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇത് വേറെ ലെവലായിട്ട്, ഇത് ഭയങ്കര സ്മൂത്ത്, ക്ലീൻ, നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് അല്ലേ? സോ ഇത് നമ്മൾക്ക് ആദ്യം ലാപ്പിൽ കണക്ട് ചെയ്ത് നോക്കാം. സോ ലാപ്പിൽ കണക്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ഡ്രൈവർ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. ഹ്യൂണിൻ്റെ സൈറ്റിൽ കിട്ടും. huion.com/download എന്ന് കൊടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ മോഡൽ അതിൽ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ എൻ്റെ പ്രൊഡക്റ്റ് Huion H610 Pro വേർഷൻ 2 ആണ് എൻ്റെ ഈ പ്രൊഡക്റ്റ്. സോ ഇതിൻ്റെ മോഡൽ നമുക്ക് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഹ്യൂണിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഡൗൺലോഡ് ചെയ്തെന്ന് വെച്ചാൽ ചുമ്മാ ലാപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് മൗസിന് പകരമായിട്ട് ഈ സമയം യൂസ് ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് ആൻ ആൾട്ടർനേറ്റ് ഫോർ മൗസ്. നമുക്ക് മൗസിൻ്റെ ആവശ്യമില്ല ഇനി മുതൽ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇത് സെയിം ലൈക്ക് സ്കെച്ച് ബുക്കാണ്. നമുക്ക് സ്കെച്ച് ബുക്കിനകത്ത് പെൻസിൽ യൂസ് ചെയ്യുന്നു, ഇതിനകത്ത് ഈ സ്റ്റൈലസ്, ഈ ഡ്രോയിങ് പെൻ യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിലും എന്ത് യൂസ് ചെയ്യണേലും. സോ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്റ്റൈലസ് ഈ ഡ്രോയിങ് ടാബ്ലറ്റിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ ചുമ്മാ നമുക്ക് മൗസ് പോയിൻ്റർ മൂവ് ചെയ്യണവരെ മൂവ് ചെയ്യും. ഇതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ക്ലിക്ക് ആവും, അത്രേ ഉള്ളൂ. ആൻഡ് ഇതിൽ നമുക്ക് ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കും. ഇത് ഈ സ്റ്റൈലസ് ഇല്ലാച്ച ഡ്രോയിങ് പെന്ന് ഈ ടാബ്ലറ്റായിട്ട് കറക്റ്റ് റേഞ്ചിലാണോ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് ഗ്രീൻ കാണിക്കും. റേഞ്ച് വിട്ട് പോയെന്ന് വെച്ചാൽ അത് ഓഫായി പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം നമുക്കിത് ഗ്രീനാണെന്ന് വെച്ചാൽ കറക്റ്റ് റേഞ്ചിലുണ്ടെന്ന്. സോ ഇനി നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് ഇത് ഡ്രോ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഹ്യൂൺ പ്ലസ് ഫോട്ടോഷോപ്പോ അഡോബി സൈറ്റ്സ്, അഡോബി സോഫ്റ്റ്വെയറും ഹ്യൂണും തമ്മിൽ ഭയങ്കര മാച്ച്ഡപ്പാണ്. ലൈക്ക് ഇതിനകത്ത് കുറേ നമുക്ക് ഓപ്ഷൻസ് ഫോട്ടോഷോപ്പിനകത്ത് ഹ്യൂണിൽ ഇതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് പ്രഷർ സെൻസിറ്റിവിറ്റി ഉണ്ട് ഈ നിബിനകത്ത്. ഓക്കെ, സോ ഈ നിബ് നമ്മൾ ചുമ്മാ പേപ്പറിനകത്ത് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ആദ്യം ലൈറ്റായിട്ട് വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള സ്ട്രോക്കും, അമർത്തി വരയ്ക്കുമ്പോൾ നമുക്ക് ഡാർക്കായിട്ടുള്ള സ്ട്രോക്കും കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്കിത് വെച്ച് ലൈറ്റായിട്ട് വരയ്ക്കുമ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള സ്ട്രോക്സും, അമർത്തി വരയ്ക്കുമ്പോൾ ഡാർക്കായിട്ടുള്ള സ്ട്രോക്സും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് ഇവർ തന്നെ കുറേ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡ്. സോ ഈ സ്വിച്ചസ് എല്ലാം ഷോർട്ട് കട്ട് സ്വിച്ചസ് ആണ്. നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഇറേസർ, പെൻസിൽ, സൂം ഓപ്ഷൻ, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനത്തെ കുറേ ഓപ്ഷൻ നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട്, ഈസി ടു യൂസ്. സോ ഇത് നമുക്ക് ലാപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. സോ ഇത് ഫോണിലെന്ന് പറയണത് ഈ ഡ്രൈവർ സോഫ്റ്റ്വെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഫോണിനകത്ത് കണക്ട് ചെയ്യാം. ചുമ്മാ കണക്റ്റ് ആൻഡ് യൂസ് ആണ്. സോ ഇത് ചുമ്മാ പേപ്പറിൽ
പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് വരയ്ക്കുന്നത് കേട്ടോ. സിമ്പിളാണ്. നമുക്ക് ഫോണിൽ മുമ്പ് കണ്ട പോലെ വിരൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്നും ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. സോ നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് 2-3 മണിക്കൂർ ഇരുന്ന് വരയ്ക്കുന്ന ഒരു പിക്ചർ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് വരയ്ക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അറൗണ്ട് ഒരു 30 to 40 മിനിറ്റ്സിനകത്ത് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ടൈം സ്പാൻ നമുക്ക് കമ്മിയാക്കാം, ആ എഫേർട്ട് നമുക്ക് അടിപൊളിയായിട്ട് കമ്മിയാക്കാം. സോ എല്ലാം കൊണ്ടും ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ടാബ്ലറ്റാണ്. നിങ്ങളൊരു തുടക്കക്കാരനാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ചുമ്മാ പേപ്പർ പെൻസിൽ ഡ്രോയിങ്ങിൽ നിന്നും ഡിജിറ്റൽ ഡ്രോയിങ്ങിലേക്ക് മാറുകയാണില്ല. ഡിജിറ്റൽ ഡ്രോയിങ് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡിജിറ്റൽ ഡ്രോയിങ്ങിൽ. സോ വേറെ സ്റ്റെപ്പ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്, ഡ്രോയിങ് ടാബ്ലറ്റിലേക്ക് മാറാൻ തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ടാബ്ലറ്റ് തന്നെയാണ് ഹ്യോണ്ട H610 Pro വേർഷൻ 2 എന്ന് പറയുന്ന ഈ ഡ്രോയിങ് ടാബ്ലറ്റ്. സോ ഇഫ് യു ആസ്ക് മീ, ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. സോ ഇതിൻ്റെ ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് കയറിയിട്ട് മേടിച്ചിട്ട് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് വേണം മേടിച്ചാൽ മതി. സോ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിവ്യൂ എനിക്ക് ഇതിനെക്കുറിച്ച് തരാൻ പറ്റില്ല, ലൈക്ക് ഇത് അത്രയും പേടയാണ്. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ. സോ വേറൊരു വീഡിയോയിൽ അടുത്ത ഹാക്സ്, ടിപ്സ്, ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബാങ്ക് കണ്ടന്റ്. ബൈ 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 ബൈ.